അതിന് സ്വിച്ച് ഇടും. സ്റ്റാർട്ടായില്ലല്ലോ. ബ്രേക്ക് ഇവിടെ ബ്രേക്ക് പിടിക്കാതെ അതിന് സ്റ്റാർട്ടാകും. ആ ഇനി പക്ഷെ പോണില്ലല്ലോ. പതുക്കെ ആക്സിലേറ്റർ കൊടുത്തു പോണില്ല. ബ്രേക്ക് വിടപ്പാ, ബ്രേക്ക് വിട്ടല്ലേ പോ. ബ്രേക്ക് വിട്ടിട്ട് ആക്സിലേറ്റർ. അയ്യോ അയ്യോ അമ്മ, യോ ഗിരിജേട്ടാ, ഗിരിജേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടത്ര പോവല്ലേ അയ്യോ ചോര, ദൈവമേ എനിക്ക് വഴിയേട്ടാ. അയ്യോ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? എന്ത് സന്തോഷമായിട്ടിരുന്നത് ഭഗവാനെ. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, ചുണ്ടില് സ്റ്റിച്ച് ഉണ്ടല്ലേ, അതാണ് ചോര വന്നത് പല്ലിന്ന്. ദൈവം സഹായിച്ച് ഇത്രയല്ലേ ഉണ്ടായി. സ്കാൻ ചെയ്തോ? അതും ചെയ്തു വെച്ചു. അതില് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. വേണ്ട ഒന്നും പറയണ്ട. എന്നാലും എന്റെ പൊന്നമ്മാവ, ഇവളുടെ വാക്കും കേട്ട് അമ്മാവനല്ലാതെ വേറെ ആരെങ്കിലും വണ്ടി ഓടിക്കാൻ പോവോ? അവക്ക് ആ വണ്ടി മര്യാദക്ക് പിടിക്കാൻ കൂടി അറിയില്ല. അവളാണ് ഇനി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. പഠിച്ചതാണ് ഒറ്റയടിക്ക് ബ്രേക്ക് അങ്ങ് ഞാൻ അങ്ങനെ വിട്ടോണ്ടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുട്ടിക്കളിക്ക് നിക്കരുതേ. ഇപ്പൊ സമാധാനമായല്ലോ വയസ്സാം കാലത്ത്. കുഴപ്പമില്ലല്ലോ. മതി. ചുണ്ടത്ത് സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ജ്യൂസ് മാത്രമേ കുടിക്കാൻ പറ്റൂ. ജ്യൂസ് കുടിച്ചാൽ മതി. വാ, അത് കഴിഞ്ഞിട്ട് ഗുളികയൊക്കെ കഴിക്കണം. നന്നായിട്ട് റെസ്റ്റ് എടുക്കും. നടക്കും. നമുക്ക് കഴിക്കാം. നമുക്ക് രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. എനിക്കൊന്നും വേണ്ട. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ കഴിക്കാനാവും? നീ എന്താന്ന് വെച്ചാൽ പോയി കഴിക്കും. ഇങ്ങോട്ട് പറഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കി തരാം. ചെയ്തോളാം. പോയി എവിടെയെങ്കിലും ഒന്ന് അനങ്ങാതിരിക്കുവോ? കാറാവാഞ്ഞോ നന്നായി, സ്കൂട്ടർ ആയതുകൊണ്ട് തീർന്നു. ആവശ്യമില്ലാത്ത പണിയല്ലേ വയസ്സാം കാലത്ത്. വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ ഈ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോഴേ എല്ലാവരും വീഴും. നോർമലാണ്, കുഴപ്പമില്ല. മാമനും വീണിട്ടുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഇപ്പം ഇനി നമുക്ക് നാളെ കൂടെ പഠിച്ച